ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. റയൽ മാഡ്രിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് വിനീഷ്യസ് ജൂനിയർ. ഈ സീസണിലും മികച്ച പ്രകടനം നടത്താൻ വിനീഷ്യസിന് കഴിയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരുപാട് കൺഫ്യൂഷനുകൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് റയലുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സൗദി അറേബ്യ വലിയ തോതിൽ നടത്തുന്നുണ്ട്. 5 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 1 ബില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് സാലറി ആയിക്കൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിലുള്ള നിലപാട് നേരത്തെ തന്നെ റയൽ മാഡ്രിഡ് വ്യക്തമാക്കിയതാണ്. അതായത് വിനീഷ്യസ് ജൂനിയറെ കൈവിടാൻ അവർക്ക് താല്പര്യമില്ല. പക്ഷേ വിനി തനിക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും റയൽ മാഡ്രിഡ് അതിന് തടസ്സം നിൽക്കില്ല. മാത്രമല്ല സൗദി അറേബ്യൻ ക്ലബ്ബുകളിൽ നിന്നും വലിയ ഒരു ട്രാൻസ്ഫർ തുക തന്നെ അവർ ആവശ്യപ്പെടുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടി ദി അത്ലറ്റിക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് വിനീഷ്യസിന്റെ കോൺട്രാക്ട് പുതുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം റയൽ മാഡ്രിഡ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഫലം കണ്ടിട്ടില്ല. അതായത് ഒരു പുതിയ കോൺട്രാക്ട് റയൽ വിനീഷ്യസിന് നൽകിയിരുന്നു. പക്ഷേ അത് വിനീഷ്യസ് ജൂനിയർ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനേക്കാൾ മികച്ച ഒരു കോൺട്രാക്ട് തനിക്ക് ആവശ്യമാണ് എന്ന നിലപാടിലാണ് വിനീഷ്യസ് ജൂനിയർ ഉള്ളത്. അതായത് താനിപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതിനോട് നീതി പുലർത്തുന്ന രൂപത്തിലുള്ള ഒരു സാലറി തനിക്ക് ലഭിക്കണം എന്ന ഒരു നിലപാട് വിനീഷ്യസ് ജൂനിയർ സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റയലിന്റെ ആദ്യത്തെ റിന്യൂവൽ ഓഫർ അദ്ദേഹം നിരസിച്ചു കഴിഞ്ഞത് എന്നാണ് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ കോൺട്രാക്ട് പുതുക്കാനുള്ള ശ്രമങ്ങൾ റയൽ മാഡ്രിഡ് തുടർന്നേക്കും. റയലിൽ തന്നെ തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിരുന്നു. പക്ഷേ സൗദി അറേബ്യ വലിയ രൂപത്തിൽ അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.